സഹോദരങ്ങളെ, ഈയിടെയായിട്ട് കാണുന്ന വീഡിയോകളിൽ പലതും അതുപോലെ കേൾക്കുന്ന പ്രഭാഷണങ്ങളിൽ പലതും എന്തോ കോമൺ സെൻസുള്ള ഒരു വ്യക്തിയെ പോലും, അത്രയേ വേണ്ടു, കോമൺ സെൻസുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുന്നതും ഖേദം തോന്നിക്കുന്നതും ലജ്ജ തോന്നിക്കുന്നതുമാണ്. എന്താണിപ്പോൾ ഈ നേതാക്കന്മാർക്കും പ്രഭാഷകന്മാർക്കൊക്കെ സംഭവിച്ചത്? വെറും വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ മാത്രം. അവരുടെ വായ കണ്ട് തുറന്നാൽ, നാവ കണ്ട് ചലിച്ചാൽ വെറുപ്പിക്കലിൻ്റെ വാക്കുകൾ, വിദ്വേഷത്തിൻ്റെ വാക്കുകൾ, വെറുപ്പിൻ്റെ വാക്കുകൾ, ധ്രുവീകരണത്തിൻ്റെ വാക്കുകൾ എന്തവർക്കൊക്കെ സംഭവിച്ചത്? സഹോദരങ്ങളെ, ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട് ഇല്ലേ? അത് വെച്ചുകൊണ്ട്, സംസാരിക്കാൻ കിട്ടിയ കഴിവ് വെച്ചുകൊണ്ട്, അള്ളാഹു നൽകിയ, ദൈവം നൽകിയ ഈ ആരോഗ്യം വെച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തെല്ലാം നല്ല വാക്കുകൾ പറയാനുണ്ട്, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സംസാരങ്ങൾ ഇല്ലേ? ഇതൊന്നും ഇവർക്ക് അറിയാത്തതുപോലെ, ഒന്നും ഇവർക്ക് അറിയില്ല. എങ്ങനെയെങ്കിലും ധ്രുവീകരണം ഉണ്ടാക്കണം, വെറുപ്പിക്കൽ, അകൽച്ച അങ്ങനെ വരുത്തണം. എന്താണിത്? ഇത് നാവ് നൽകിയത് ഈ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പറയാനാണോ? വെറുപ്പിൻ്റെ വാക്കുകൾ പറയാനാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആകെ 30, 40, 50, 60 ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുസ്. നമ്മുടെ ജീവൻ അങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടിയ 70, 80 വയസ്സ് വരെ ജീവിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തങ്ങ് ജീവിക്കുകയാണെങ്കിൽ പിന്നെ ബുദ്ധി ഇല്ലാതെ അത്തുമ്പത്തുമായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാലും മനസ്സിലാവില്ല, കേൾക്കൂല, പറയാനും പറ്റില്ല, ബുദ്ധിയും കുറഞ്ഞു പോയി. ഇങ്ങനെയാണ് ഈ 60, 65 വയസ്സ് വരെ ജീവിക്കുന്ന, അതാണ് ഒരു സാമാന്യ ബോധത്തോടുള്ളൊരു ജീവിതം. അതിൻ്റെ ഇടയിൽ തന്നെ മനുഷ്യന്മാർ 20 വയസ്സിൽ, 30 വയസ്സിൽ, 40 വയസ്സിൽ ഇങ്ങനെ മരിച്ചു പോവുകയും ചെയ്യുന്നു. പലപ്പോഴും ആക്സിഡൻറ്റ് മരണമായാലും മറ്റ് കുഴഞ്ഞു വീണിട്ടുള്ള മരണമാണെങ്കിലും, അതല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കും സൈലൻ്റ് അറ്റാക്കും ഇല്ലേ, ഇങ്ങനെ മനുഷ്യരിന്ന് പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ക്യാൻസർ പോലുള്ള, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് അങ്ങനെ കിടപ്പിലാവുന്നവർ, പ്രയാസപ്പെടുന്നവർ, നമ്മളെല്ലാവരും അങ്ങോട്ടും പരസ്പരം സഹായിച്ചുകൊണ്ട്, സഹകരിച്ചുകൊണ്ട്, സഹിഷ്ണുത മനോഭാവത്തോടു കൂടെ ജീവിക്കേണ്ടവരല്ലേ? എന്തിനാണ് ഈ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട്? എന്തിനാണ് സഹോദരങ്ങളിത്? എന്ത് ഗുണമുണ്ടതുകൊണ്ട്? ഈ കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുന്നത്, ഈ ഉള്ള കാലം മനുഷ്യരെ കൂടെ അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്, തമ്മിലെല്ലാവരും അടുപ്പിക്കാൻ ശ്രമിച്ച്, അത് ജാതികളാണെങ്കിലും മതങ്ങളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും മനുഷ്യർ തമ്മിൽ എന്തിനാണ് വെറുപ്പിക്കുന്നത്? ആശയങ്ങളുണ്ടെങ്കിൽ ആശയം പറയൂ, ആദർശം പറയൂ. എന്താണ് നിങ്ങളുടെ ശരിയെങ്കിൽ ശരി പറയൂ. നിങ്ങൾ എന്ത് ശരിയാണ് മനസ്സിലാക്കിയ ശരി പറയൂ. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഉതകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കൂ. അതല്ലാതെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാക്കുകളാണോ പറയേണ്ടത്? മതങ്ങൾ തമ്മിൽ നോക്കിയാൽ മതങ്ങൾ തമ്മിൽ വെറുപ്പിക്കലൊന്നൊന്നര വെറുപ്പിക്കൽ, ജാതികൾ തമ്മിൽ നോക്കി ജാതികൾ തമ്മിൽ വെറുപ്പിക്കൽ, പ്രസ്ഥാനങ്ങൾ നോക്കിയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ വെറുപ്പിക്കൽ, രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും അങ്ങനെ തന്നെ. എന്താണ് സഹോദരങ്ങളത്? എന്താണിത്? ഇങ്ങനെ ധ്രുവീകരണം സംഭവിച്ച്, ഇങ്ങനെ വെറുപ്പിക്കലുണ്ടാക്കി, വെറുപ്പിൻ്റെ വിത്ത് പാകി, അതിലേക്ക് വളമൊഴിച്ച് ഇങ്ങനെ അതിനെ വളർത്തി കൊണ്ടുവരുന്നു. അത് കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആസ്വദിക്കാനുള്ള സമയം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെ മുന്നേ നമ്മൾ ഇങ്ങനെ മരിച്ചു പോവാണ്. അത് നിങ്ങളുണ്ടാക്കിയെടുത്ത വെറുപ്പും അതുപോലെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വിദ്വേഷങ്ങളും കലാപങ്ങളും അത് കണ്ട് ആസ്വദിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമില്ല. ആസ്വദിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് മുന്നേ നിങ്ങളെന്ന് വെറുപ്പിൻ്റെ വിത്ത് പാകിയവരെന്നെ മരിച്ചു പോവാണ്. ആർക്ക് വേണ്ടിയിട്ടാണിത്? അല്ല, ആർക്ക് വേണ്ടിയിട്ടാണ്? ഖേദം തോന്നണം ശരിക്കും, ലജ്ജ തോന്നണം ശരിക്കും. നാവനയ്ക്കാൽ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ, വെറുപ്പിൻ്റെ വാക്കുകൾ, വെറുപ്പിക്കലിൻ്റെ വാക്കുകൾ. അവർ മോശമാണ്, അവർ മോശക്കാരാണ്, അവരെ കൂടെ ചെയ്തുകൂടാ, ഇവരെ കൂടെ ചെയ്തുകൂടാ, അവരൊക്കെ മോശക്കാരാണ്, ഇവരൊക്കെ മോശക്കാരാണ്. മതങ്ങൾ നോക്കിയാലും മതങ്ങൾ തമ്മിൽ അങ്ങനെ, പ്രസ്ഥാനങ്ങൾ നോക്കിയാൽ പ്രസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങനെ. സഹോദരങ്ങൾ, എന്താണിത്?
നമ്മുടെ ഒരു പൂന്തോട്ടത്തിലുള്ള പൂക്കളെ പോലെ വൈവിധ്യങ്ങളായ വ്യത്യസ്ത വർണ്ണങ്ങളായ പൂക്കളെ പോലെ എല്ലാ മതങ്ങളും കൂടെ ഉള്ള ഒരു ഇന്ത്യ നല്ല ഭംഗിയുള്ളൊരു ഇന്ത്യയാണ് അല്ലേ? എന്തൊരു ഭംഗിയുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ പോലെ അല്ലേ? എല്ലാ വിധത്തിലും എല്ലാ വർണ്ണങ്ങളും എല്ലാ വൈവിധ്യങ്ങളും എല്ലാം കൂടെ ഒന്നു ചേരുമ്പോൾ എന്തൊരു ഭംഗിയുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളിൽ ഏതാണ് നല്ലത് എങ്കിൽ ആ നല്ലതിനെ പുൽകാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പുൽകട്ടെ, അത് വേറെ. അതൊക്കെ ഓരോരുത്തർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ. നല്ലതാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയും അറിഞ്ഞവർക്കുണ്ട്. അത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാനുള്ള ബാധ്യതയും അറിഞ്ഞവർക്ക്, അത് മനസ്സിലാക്കിയവർക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ, ആ ഭാഗം നിൽക്കട്ടെ. എന്തിനാണ് വെറുപ്പിക്കൽ? എന്തിനാണ് കലാപങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തമ്മിൽ മിണ്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനും എന്തിനാണ് ഇത്? എല്ലാവരും അങ്ങനെ തന്നെ. ഇതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യം, ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല. എല്ലാ മതങ്ങളും തമ്മിൽ മനുഷ്യർ തമ്മിൽ അങ്ങനെ അടുപ്പിച്ച് നിർത്താൻ പോലെ അങ്ങനെ കെട്ടി വേർതിരിച്ചിട്ട് എന്താണിത്? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ദൈവം നമുക്ക് ബുദ്ധി തന്നില്ലേ? അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയില്ലേ? ആരോഗ്യം നൽകിയില്ലേ? സംസാരിക്കാനുള്ള കഴിവ് നൽകിയെങ്കിൽ അത് വെച്ചുകൊണ്ട്, ആ ബുദ്ധി വെച്ചുകൊണ്ട്, ആരോഗ്യം വെച്ചുകൊണ്ട്, സംസാരിക്കാനുള്ള കഴിവ് വെച്ചുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? ഒരാളെ തെറ്റി നിൽക്കുന്നവരെ അടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അത് ഏത് മതങ്ങളിൽപ്പെട്ടാലാവട്ടെ, ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടാലാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, മനുഷ്യനല്ലേ? ഈ മനുഷ്യരെ തമ്മിൽ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തെറ്റി നിൽക്കുന്നവരുടെ അവരൊന്ന് അടുപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാണ്ട് ഈ നല്ലപോലെ കഴിയുന്നവരൊക്കെ ധ്രുവീകരണം ഉണ്ടാക്കി അകറ്റി എങ്ങോട്ടാണ് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? രാജ്യത്താകെ കലാപം ഉണ്ടാക്കണമെന്നാ, ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാ, ആരും തമ്മിൽ കണ്ടാൻ മുണ്ടാൻ പാടില്ലെന്നാ. അല്ലെങ്കിൽ തന്നെ ഇപ്പം മുന്നത്തെ പോലെ ഒന്നല്ല, എല്ലാം വേലി കെട്ടി മതിൽ കെട്ടി ഒരു ചെറിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്ന പറയ്ക്ക് എല്ലാവരും നമ്മുടെ ഓരോരുത്തർ ഒരു ജീവിതമാണ്. അത് വീടിനകത്ത് പോലും അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു. പോട്ടെ, അയൽവാസികൾ തമ്മിലുള്ള പോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ തമ്മിലുള്ള പോട്ടെ, അല്ലെങ്കിൽ മതങ്ങളോ പ്രസ്ഥാനങ്ങളോ തമ്മിലുള്ള പോട്ടെ, വീടിനകത്ത് പോലും അങ്ങനെ ചുരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഓരോരുത്തരുടെ റൂമിൽ എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ വരച്ചിട്ട് അല്ലേ? ആർക്കും സംസാരിക്കണമെന്നില്ല, അയൽബന്ധത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അറിയണമെന്നില്ല, കുടുംബത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയണമെന്നില്ല അല്ലേ? പോട്ടെ, ഞാൻ അതൊക്കെ എന്തിനാണ് വെറുപ്പിക്കണെന്തിനാണ്? അടുക്കാൻ ശ്രമിച്ചവരെ അടുത്തുകൊണ്ടിരിക്കട്ടെ. സ്വയം വെറുക്കുന്നവരുന്ന സ്വയം വെറുത്തിട്ടാണെന്നെങ്കിലും ഉണ്ട്, അവരങ്ങനെ മാറി നിൽക്കട്ടെ. അല്ലെങ്കിൽ സ്വയം അകന്ന് അത് അങ്ങനെ ഒരു അവിടെ നിൽക്കട്ടെ. എന്തിനാണ് വായ അങ്ങോട്ട് തുറന്നാൽ വെറുപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട്, വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് ലജ്ജയില്ലേ? മനുഷ്യരെ ലജ്ജയില്ലേ? നിങ്ങൾക്ക് വഷളില്ലേ? നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ബുദ്ധി ഉണ്ട്, അത്യാവശ്യം അറിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കാനാണോ ശ്രമിക്കേണ്ടത്? തമ്മിൽ അകറ്റാനാണോ ശ്രമിക്കേണ്ടത്? എന്താണിത് സഹോദരങ്ങളെ? ചെറിയൊരായുസേ ഉള്ളൂ, ചെറിയൊരായുസ്, എന്നും അസ്തമിച്ച് പോകാവുന്ന ഒരായുസ്. നമ്മൾ കാണുന്നില്ല, നമുക്കിടയിൽ നിന്ന് എത്ര പേര് കഴിഞ്ഞു. എല്ലാവരും ഒന്നുമല്ല സുഖമില്ലാതെ അവർക്ക് ഇനി അനങ്ങാൻ കഴിയാത്ത തരത്തിൽ കിടപ്പാണ് ഇല്ലേ? ദിവസങ്ങളിലുള്ള കിടപ്പാണ്. അല്ലെങ്കിൽ അവർക്ക് മരിച്ചുപോയി. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരൊന്നില്ല, പലരൊന്ന് മണ്ണിനടിയിലാണ്. ഇനി നമ്മളെന്നാണെന്നറിയില്ല. ഇപ്പോഴാണോ നാളെയാണോ 4 ദിവസം കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല. വളരെ ചെറിയ ആയുസ്സിൽ എന്തിനാണ് വെറുപ്പിക്കുന്നത് സഹോദരങ്ങളെ? എന്തിനാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്ത് പാകിയിട്ട് അതിനെ വളമിട്ടിട്ട് എന്തിനാണിത്? നല്ല വാക്ക് പറഞ്ഞൂടെ? നല്ല വാക്ക് പറഞ്ഞിട്ട് നന്മയിലധിഷ്ഠിതമായ കാര്യങ്ങളും ചിന്തകളും. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നതിനിടെ നമ്മളാണ് മരിച്ചു പോയാൽ ഒന്നുമില്ല, നമ്മളായിട്ടൊന്നും ചെയ്തു കൂട്ടിയിട്ടില്ല, നമ്മളായിട്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന് അത്രയെങ്കിലും ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർക്ക് ചിന്തിച്ചൂടെ? എൻ്റെ ആൾ പ്രകാരം വേറെ പ്രശ്നങ്ങളൊന്നും നാട്ടിലും വീട്ടിലുണ്ടായിട്ടില്ല, പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ച കുറേ ആൾക്കാർ നല്ല തോന്നുള്ളൂ അല്ലേ? കലാപം ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വിദ്വേഷം ഉണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനിച്ച കുറച്ച് ആൾക്കാരായിട്ടല്ലേ തോന്നുള്ളൂ. ഈ നാവ് തുറന്ന് വായ തുറന്ന ഈ
മോശം വർത്താനം പറഞ്ഞ് ഈ വെറുപ്പിക്കലിൻ്റെ വർത്താനം പറഞ്ഞ ഒരാൾ തോന്നുള്ളൂ. നന്നായിക്കൂടെ? നന്നായിക്കൂടെ സഹോദരികളെ? ഈ വെറുപ്പിക്കലൊക്കെ നിർത്തിയിട്ട് നല്ല ജീവിതം, ഇത്ര കാലമൊക്കെ ഇങ്ങനെയൊക്കെ ആയി, ഇനിയെങ്കിലും കുറച്ച് ജീവിതം, കുറച്ച് കാലമല്ലേ ഉള്ളൂ, നല്ല പോലെ ജീവിച്ചൂടെ? മറ്റുള്ളവർ വെറുപ്പിച്ചിട്ട് എന്തിനാ? അവർ തമ്മിലടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ? അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവർ പരസ്പരം കൊന്നും കൊലപിടിച്ചിട്ടും നടന്നിട്ടും എത്ര സ്ത്രീകളെ വിധവകളാക്കി, എത്ര മാതാപിതാക്കളെ നിരാലംബരാക്കി, എത്ര കുട്ടികളെ അനാഥരാക്കി ഇല്ലേ? ഈ വിദ്വേഷം പറഞ്ഞിട്ട്, ഈ വെറുപ്പിക്കലും കാരണം എത്ര കലാപങ്ങളും പ്രശ്നങ്ങളും നടന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു, എവിടെയൊക്കെ പ്രശ്നങ്ങൾ നടന്നു. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും, മതത്തിൻ്റെ പേരിലാണെങ്കിലും, മരണത്തിൻ്റെ പേരിലാണെങ്കിലും, വർഗത്തിൻ്റെ പേരിലാണെങ്കിലും, പ്രസ്ഥാനത്തിൻ്റെ പേരിലാണെങ്കിലും, ജാതിയുടെ പേരിലാണെങ്കിലും. എന്താണിത്? നന്നായിക്കൂടെ? അല്ല, അറിയാതെ ചോദിക്കണം, നന്നായിക്കൂടെ?